ഇന്നലെ വരെ പട്ടികജാതി പട്ടികവർഗ സെൻസസിനപ്പുറം ജാതി സെൻസസ് എന്നത് കേന്ദ്ര സർക്കാരിന്റെ നയപരിപാടികളിൽ ഒന്നായിരുന്നില്ല. ജാതി അടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് നടത്താൻ സർക്കാർ ആലോചിക്കുന്നില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരകാര്യ സഹമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്നലെ അതിനാടകീയമായാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അറിയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം എല്ലാം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് നന്ദിയും പറഞ്ഞ ശേഷമാണ് പോക്കറ്റിൽ നിന്ന് കുറിപ്പെടുത്ത് ജാതി സെൻസസിനുള്ള തീരുമാനം മന്ത്രി വായിച്ചത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ മന്ത്രി മടങ്ങുകയും ചെയ്തു. രാജ്യത്തിന്റെ സാമൂഹികാവസ്ഥ സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനമാണ് പ്രഖ്യാപിച്ചതെന്ന പ്രതീതി ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാകാം. കാരണം പ്രതിപക്ഷ സമ്മർദ്ദത്തെ തുടർന്നുള്ള നയംമാറ്റമെന്ന് ജാതി സെൻസസ് വ്യാഖ്യാനിക്കപ്പെടരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. ഇന്ത്യ മുന്നണി രൂപീകൃതമായതു മുതൽ ആവനാഴിയിലെ പ്രധാന ആയുധമായിരുന്നു ജാതി സെൻസസ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം ജാതി സെൻസസ് പ്രചാരണ വിഷയമാക്കി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, DMK തുടങ്ങിയ കക്ഷികളെല്ലാം ജാതി സെൻസസ് വേണമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല BJPയെ നിരന്തരം വെല്ലുവിളിക്കുകയും ചെയ്തു. അന്നെല്ലാം ജാതി സെൻസസിനെ BJP നേതാക്കൾ ശക്തിയുക്തം എതിർത്തു. ജാതി സെൻസസിലൂടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സാമൂഹിക വിഭജനത്തിന് ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു. പാർലമെന്റിൽ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പരിഹസിച്ചു തള്ളിയെന്ന് രാഹുൽ ഗാന്ധി അന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. 90% ഇന്ത്യക്കാരും ജാതി സെൻസസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആരൊക്കെയാണവർ? ദളിതുകൾ, ആദിവാസികൾ, പിന്നാക്ക വിഭാഗങ്ങൾ, ജനറൽ വിഭാഗത്തിലെ പാവപ്പെട്ടവർ, ന്യൂനപക്ഷങ്ങൾ. ഇവരെല്ലാവരും ജാതി സെൻസസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയണം തങ്ങളുടെ പങ്കാളിത്തം എത്രയാണ്, തങ്ങളുടെ അവകാശം എത്രയാണ് എന്ന്. ഇത് ചിരിച്ചു തള്ളേണ്ട കാര്യമല്ലെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത്. वही 2-3% लोग और बढ़ता किसको है? वही 2-3% लोग और बाकी हिंदुस्तान 90% हिंदुस्तान देख। फाइनेंस मिनिस्टर मुस्कुरा रही है, कमाल की बात है। ये हंसने की चीज नहीं है मैडम, ये हंसने की बात नहीं है, ये जाति जनगणना है, ये जाति जनगणना है, इससे देश बदल जाएगा। सर आपको सर ये जो कमल ജാതി സെൻസസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് BJP നേതാക്കൾ അടുത്ത കാലം വരെ തുടർന്നിരുന്നു. ഉചിതമായ സമയത്ത് പറയാമെന്നാണ് 8 മാസം മുമ്പ് അമിത് ഷാ പറഞ്ഞത്. वो करेंगे, उचित समय पर करेंगे, आप चिंता मत करो। जब तय करेंगे तब मैं घोषणा करूंगा कैसे होगा, कब होगा, कैसे होगा। सर इससे जुड़ा एक और वो सवाल का जवाब इसी में आ ही गया। मुझे मालूम है तुम नेक्स्ट क्या पूछने वाले। ഇന്നലത്തെ പ്രഖ്യാപനത്തിന് ശേഷം അമിത് ഷായുടെ പ്രതികരണം ചരിത്ര നിമിഷം എന്നായിരുന്നു. അതേസമയം കേന്ദ്ര തീരുമാനം പ്രതിപക്ഷ വിജയമായി ആഘോഷിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ. അശ്വിനി വൈഷ്ണവിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ജാതി സെൻസസ് കോൺഗ്രസ് കാഴ്ചപ്പാടാണെന്ന് അവകാശപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ബീഹാർ, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങളിലെ ജാതി സർവേകളെ കോൺഗ്രസ് മാതൃകയായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു. BJP വിരുദ്ധ ക്യാമ്പിലെ പ്രബലനായ ലാലു പ്രസാദ് യാദവ് കടുത്ത പരിഹാസ വാക്കുകളുമായെത്തി. സംഘികളെ ഞങ്ങളുടെ അജണ്ടയ്ക്കനുസരിച്ച് തുള്ളിക്കുന്നത് തുടരുമെന്നായിരുന്നു പ്രതികരണം. അഖിലേഷ് യാദവും MK സ്റ്റാലിനും ഇന്ത്യ മുന്നണിയുടെ വിജയമായി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ഉയർത്തിക്കാട്ടി. പ്രതിപക്ഷം മാത്രമല്ല, NDAയിലെ സഖ്യകക്ഷികളായ JDUവും LJPയും വരെയുണ്ട് ജാതി സെൻസസ് തീരുമാനത്തെ ആഘോഷിക്കുന്നവരുടെ ശ്രേണിയിൽ. BJPയെ സംബന്ധിച്ച് നിർണായകമായ നീക്കമാണ് ജാതി സെൻസസ്. പ്രത്യേകിച്ച് ജാതി രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പുതിയ തീരുമാനത്തിലൂടെ പ്രതിപക്ഷത്തിന്റെ ആവനാഴി നിർവീര്യമാക്കാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസം BJPയിൽ വലിയൊരു വിഭാഗത്തിനുണ്ട്. കേന്ദ്രം U-ടേൺ എടുത്തെന്ന വിമർശനത്തെ ചെറുക്കാൻ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് BJP. തെലങ്കാനയിൽ ജാതി സർവേ നടത്തിയ കോൺഗ്രസ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്നും സർവേയും സെൻസസും വ്യത്യസ്തമാണെന്നും BJP നേതാക്കൾ പറയുന്നു. ഇന്ത്യ മുന്നണി ജാതി സെൻസസിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെന്നാണ് മറ്റൊരു ആരോപണം. ഇന്ത്യയിൽ 1931 അവസാനമായി ജാതി സെൻസസ് നടന്നത്. അധികാരത്തിലിരുന്ന കാലമത്രയും കോൺഗ്രസ് എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യവും BJP ഉന്നയിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ DMK ഉയർത്തുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാനും ജാതി സെൻസസ് തീരുമാനത്തിലൂടെ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യയിൽ 10 വർഷത്തിലൊരിക്കലുള്ള സെൻസസ് അവസാനമായി നടന്നത് 2011 2021
കോവിഡ് കാരണം സെൻസസ് മുടങ്ങി. കോവിഡ് ഭീഷണി ഒഴിഞ്ഞിട്ടും സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ താൽപര്യം കാണിച്ചതുമില്ല. അടുത്ത സെൻസസിനൊപ്പം ജാതി കണക്കെടുപ്പുമുണ്ടാകും എന്ന് സർക്കാർ പറയുമ്പോഴും ഇതെല്ലാം എന്ന് നടക്കും എന്ന ചോദ്യം ബാക്കിയാണ്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അവകാശവാദങ്ങൾ ഇരുപക്ഷത്തു നിന്നും മുഴങ്ങിക്കേൾക്കുമെന്നുറപ്പ്. പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയില്ലെങ്കിൽ ജാതി സെൻസസ് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ വഴിയിൽ നാഴികക്കല്ലാകും.